മണിയാട്ട് നിന്നും പാലച്ചോട് വരെ ഉള്ളൊരു റോഡുണ്ട്. വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം. LDF UDF ഇത് മാറി മാറി ഭരിച്ചിട്ടും ഇതുവരെയായിട്ടും നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടും നടക്കാത്തൊരു കാര്യമാണ് അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ തന്നെ പല കോളനികളിലും ഇന്നും പട്ടയം കിട്ടാതെ ആളുകളാകെ ഇതായിട്ട് ഒരുപാട് അപേക്ഷിച്ചു എന്നിട്ട് പട്ടയം കിട്ടാതെ കിടക്കുന്നുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഈ മങ്കടമണ്ഡലം, എനിക്കറിയാവുന്നൊരു സ്ഥലമാണ് മങ്കടമണ്ഡലം, അവിടെ ഇതായി കിടക്കുന്നത്. ജൽജീവൻ മിഷനിലൂടെ ഇന്നും വെള്ളം എത്തിക്കാതെ കിടക്കുന്ന 2024 മുഴുവനാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ഇപ്പോഴും മുഴുവനാകാതെ കിടക്കുന്ന ഒരുപാട് വീടുകൾ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ഒരു മാറ്റം വേണം. നമ്മുടെ മലപ്പുറം ജില്ലയിലും ഒരു വലിയൊരു മാറ്റം വേണം. അതാണ് എനിക്ക് പറയാൻ. നമ്മൾ 60 വർഷത്തോളം നമ്മുടെ ഇവിടെ ഭരണം വന്നിട്ടും ഇടതും വലതും ഭരിച്ചിട്ടും നമ്മുടെ നാട്ടിൽ യാതൊരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വരേണ്ടത്. നമ്മുടെ മക്കൾ ഓരോരുത്തരും പുറമേ രാജ്യങ്ങളിൽ പോയിട്ടാണ് പഠിക്കേണ്ടി വരുന്നത്. അത് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു വളർച്ച തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഇപ്പോൾ മലപ്പുറത്താണ്. നമുക്ക് KSRTC സ്റ്റാൻഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പുരോഗമനവും ഇല്ല. KSRTC സ്റ്റാൻഡ്, അതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ, അതുപോലെ തന്നെ നമുക്ക് റോഡുകളാണെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള യാത്രകളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും. അപ്പോൾ അതിനെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരണം. പിണറായി സർക്കാരിൻ്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമോശമായ ഭരണം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. യാതൊരു പുരോഗമനവും കൊണ്ടുവന്നിട്ടില്ല. പല സംരംഭങ്ങളിലും നമുക്ക് സ്ത്രീകൾ ഇപ്പം എന്താ പറയുക, പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ നമുക്ക് പറഞ്ഞല്ലോ, സ്ത്രീകൾക്കുള്ള 33% സ്ത്രീകൾക്കാണ് മുൻഗണന നൽകുന്നത്. പക്ഷേ നമുക്കിനി കേരളത്തിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് യാതൊരു ഇതുമില്ല. സ്ത്രീകളെ താഴ്ത്തി കെട്ടിക്കൊണ്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഈ 60 വർഷമായിട്ട് മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിൽ യാതൊരു പുരോഗമനപരമായ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഒരു വ്യവസായശാല, ഫാക്ടറി, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുവാനുള്ളൊരു സൗകര്യം ഒന്നും തന്നെയില്ല. അത് കാരണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും എല്ലാം തന്നെ വിദേശത്തേക്ക് പല രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബത്തിലും 2-3 പേര് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ അവർക്കൊരു സംരക്ഷണം കൊടുക്കുവാനും ജോലി കൊടുക്കുവാനുള്ള സൗകര്യമില്ല. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.